നമസ്കാരം, ന്യൂമറസ് കാർസിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് 2010 മോഡല് സ്വിഫ്റ്റ് ഡിസയർ VXi വാഹനമാണ്. ഇതിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇതൊരു സിംഗിൾ ഓണർഷിപ്പിൽ വെക്കണം. വെറും 42,000 കിലോമീറ്റർ മാത്രമാണ് ഇത്രയും വർഷത്തിനിടയിൽ ആകെ ഓടിയിട്ടുള്ളൂ. അപ്പോൾ അത്ര വെൽ മെയിൻറ്റെയിൻഡ്, നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയായിട്ടുള്ള വളരെ മികച്ച ക്വാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്, ബോണറ്റ്, അതുപോലെ തന്നെ ഹെഡ് ലാംപ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് വന്ന അതേ രീതിയിൽ അതേ ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന നല്ലൊരു വാഹനമാണെന്നാണ് പറയാനായിട്ട്. ഇതിൻ്റെ ബോഡി ക്വാളിറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഫെൻഡർ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. ബോഡി ലൈൻസ്, ഷോൾഡർ ലൈൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനമാണെന്നാണ് പറയാനായിട്ട്. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ എബോവ് 75% ടയേഴ്സ് ബാക്ക് ടയർ വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ 378 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നമുക്ക് ലഗേജസ് ഒക്കെ വെക്കാനുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പഞ്ചിങ്ങിൻ്റെ പേസ്റ്റിങ്ങൊന്നും യാതൊരു ഡാമേജസോ പരിക്കുകളോ ഒന്നും പറ്റിയിട്ടില്ല. അതുപോലെ നമുക്ക് വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ബോഡി ലൈൻസും ഷോൾഡർ ലൈൻസൊക്കെ വളരെ മികച്ച ക്വാളിറ്റിയിൽ നിൽക്കുന്നു. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ എബോവ് 75% ടയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ എബോവ് 95% ടയേഴ്സ് ഫ്രണ്ട് ടയറും വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല എക്സ്റ്റീരിയർ ക്വാളിറ്റിയും ടയർ ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു വാഹനം കൂടിയാണിത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. കണ്ടുകൊണ്ടിരിക്കുന്ന 2010 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ VXi വാഹനത്തിൻ്റെ ഇൻറ്റീരിയറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്നു. വെറും 42,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഇതുവരെ ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ ഡാഷ്ബോർഡ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നത്. ഇൻബിൽറ്റ് മ്യൂസിസ്റ്റാണ് വരുന്നത്. അതുപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോസ് തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം വാഹനത്തിന് വരുന്നുണ്ട്. ഇതിൻ്റെ സീറ്റ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് വന്ന അതേ രീതിയിൽ തന്നെയുള്ള ജെനുവിൻ ആക്സറീസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഡിസയറിൻ്റെ ജെനുവിൻ ആക്സറീസ്, സീറ്റ് കവേഴ്സ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നത്. നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ വെറും 42,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ലൊരു മികച്ചൊരു വാഹനമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2010 സ്വിഫ്റ്റ് ഡിസയർ VXi പെട്രോൾ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വെൽ മെയിൻറ്റൈൻഡ്, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയായിട്ടുള്ളതാണ്. ഇതിൻ്റെ അപ്രോൺസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ പഞ്ചിങ്ങിനോ പേസ്റ്റിങ്ങിനോ യാതൊരുവിധ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുന്നത് 1200 cc പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 85 PS പവറും അതുപോലെ തന്നെ 113 എന്ന ടോർക്കുമാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. ഈ വാഹനത്തിൻ്റെ എയർ സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് 15 km/L ആണ്. എന്നിരുന്നാൽ തന്നെ നമുക്കൊരു 10-12 മൈലേജ് കിട്ടുന്ന ഒരു പെട്രോൾ വാഹനം കൂടിയാണിത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ലോ ബഡ്ജറ്റിൽ പെട്രോൾ വാഹനം, സെഡാൻ കാറൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷനാണിത്. വളരെ മികച്ച ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ വെറും 42,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളൂ. ഈ വാഹനത്തിൻ്റെ വിലവരത്തിലേക്ക് നമുക്ക് എടുക്കാം. 2010 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർ, വെറും 42,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സ്വിഫ്റ്റ് ഡിസയർ VXi. അതും 2030 വരെ പേപ്പർ ഉള്ളത്. പെർഫെക്റ്റ് കണ്ടീഷനുള്ള ഈ സ്വിഫ്റ്റ് ഡിസയറിന് ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 2,68,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂമറസ് കാർസ് കേരളയിലാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.